ഇത് 110 ആണ് വണ്ടി. അപ്പൊ പവർ കൂടിയ വണ്ടി ആവശ്യമുള്ളവർക്ക് പറ്റിയ മുതലാണ്. ഈ കാട്ടിലൊക്കെ പോകാൻ പറ്റില്ല. ദമ്മ വണ്ടിയല്ല, ദമ്മ കിട്ടുന്നവർക്ക് അറിയാലോ. 110 പറഞ്ഞ പവറുള്ള വണ്ടിയാണ്. കാലാണ് കൊടുത്താൽ വണ്ടി അങ്ങോട്ട് ചെല്ലും. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യ കൊടുക്കാം. എത്ര മോഡല്? 2012 വണ്ടി, 4 പുത്തൻ ടയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ, ഒരു റീപ്ലേസും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുമോ? ലോണ് 2.5 ലക്ഷം റുപ്യ ലോൺ കൊടുക്കല്ലേ? ഓക്കെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി ജനപ്രിയ വണ്ടികളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ ലത്തീഫ് ഖാന്റെ പാണ്ടിക്കാട്ട് റയ്യാൻ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. എന്തൊക്കെയുണ്ട്? വളരെ സുഖം. ലത്തീഫ് ഖാൻ എന്ത് പ്രേക്ഷകരോട് എന്ത് പറയണ്ട? എന്താ പ്രേക്ഷകരായിട്ട് നമ്മൾ എന്നും പറയുന്നതല്ലേ. ഇപ്പൊ പുതുതായിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി കാണിച്ചു കൊടുക്കാം. പിന്നെ വേറെ എന്തുപാട് കച്ചവടം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് ചെറു വണ്ടിയല്ലേ കൂടുതൽ. അപ്പൊ പിന്നെ അതങ്ങനെ അതിന്റെ മുറക്ക് അങ്ങനെ പോകും. മാക്സിമം നമുക്ക് വണ്ടി കിട്ടാത്ത പ്രശ്നമുള്ളൂ, വിൽക്കാൻ കഴിയാത്തൊരു പ്രശ്നമല്ല. സാധനം കിട്ടണില്ല അത്ര. വിൽക്കാൻ നമുക്ക് ചെറിയ വണ്ടികൾ ഞാൻ നല്ല ക്വാളിറ്റി ഇല്ലാതെ എടുക്കലുള്ളൂ. അത് വന്നാ പെട്ടെന്ന് പോകാറുണ്ട്. പിന്നെ നമ്മള് മൊത്തത്തില് പോയില്ലല്ലോ, വണ്ടികൾ ഇങ്ങനെ വന്നും പോയി. കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് മൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വരുന്ന സമയത്ത് നോക്കുമ്പോ ഇവിടെ 4-5 വണ്ടികൾ അപ്പൊ തന്നെ പോയി. പിന്നെ എന്നോട് പറഞ്ഞു കുറച്ച് വണ്ടി കയറിയിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ ചെറിയ ബഡ്ജറ്റിലാണ് കേട്ടോ ഇവിടെ വണ്ടികൾ കിട്ടുന്നത്. അതായത് 3 ലക്ഷം 4 ലക്ഷം റുപ്യന്റെ ഉള്ളില് നിങ്ങൾക്ക് ദുനിയാവിൽ എവിടെയും കിട്ടാത്ത വിലയിൽ ഇവരടുത്ത് കിട്ടും. പിന്നെ വണ്ടിയൊക്കെ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നിങ്ങൾ വന്ന് ഇവിടെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോ ലത്തീഫ് ഓരോ വണ്ടികളായിട്ട് ആയിക്കോട്ടെ, നമുക്ക് പരിചയപ്പെടാം. നേരെ വണ്ടിയിലേക്ക് പോകാം. ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ആൾട്ടോ 800 ആണ്. ഗ്രേ കളറിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ലത്തീഫ് മോഡല് കാര്യങ്ങള്? ഇത് 2014 VXi ആണ് വണ്ടി. ഓക്കെ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാല് കറക്റ്റ് സർവീസ് ഉള്ള. 14 VXi എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ അല്ലേ? VXi ഫുൾ ഓപ്ഷൻ, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഒരു സ്ക്രാച്ച് ഞെളുക്കോ കാര്യങ്ങളോ ഒന്നും വണ്ടിമല്ല. നല്ല പുത്തൻ ടയറുകളുണ്ട്. പിന്നെ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സ്കാറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല ക്ലീനിൽ കൊണ്ടു നടന്ന പാർട്ടിയുടെ വണ്ടിയാണ്. നല്ല പെട്ടി പീസാണ്. 10 പീസ് പറഞ്ഞ നല്ല അടിപൊളി വണ്ടി. കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. വണ്ടി ഇതാ നമ്പർ നേരെ ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി. ആർക്കും കിട്ടണല്ലേ, ഹിസ്റ്ററി എടുത്തോട്ടെ വന്നാൽ മതി. ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. ഓട്ടത് 70,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടം. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2.10 കിട്ടണം ശരിക്ക്. നമുക്കിപ്പോ ഒരു വീഡിയോ ചെയ്യാന്നുള്ള നിലക്ക് ഓഫറിന് 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം ലാസ്റ്റ്. ഇതേ വണ്ടി തന്നെ ഇപ്പൊ നമ്മൾ 1.25 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ക്വാളിറ്റിക്ക് അനുസരിച്ച് വില കൊടുത്തെടുത്ത വണ്ടിയാണ്. അപ്പൊ എടുക്കുന്ന ആളുകൾക്ക് ഇത് ഒന്നും നോക്കാല്ല, നേരെ ഷെഡിലാണ് ഇട്ടാൽ മതി. ഒന്നും മാത്രം പോരല്ലോ, 100% ഗ്യാരണ്ടിയോടുകൂടി അല്ല ഇത് കൊടുക്കണേ. 2014 VXi ആണ് കേട്ടോ, LXi അല്ല. VXi വണ്ടി 4 പുത്തൻ ടയർ. ഖീദമത്തിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു ഡസ്റ്റർ 110 ആണ് വരുന്നത്. ഈ കാട്ടിലും റോട്ടിലൊക്കെ ഒരുപോലെ പോവാൻ പറ്റിയൊരു വണ്ടിയാണല്ലേ ഇത്. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2012 ആണ് വണ്ടി. ഓക്കെ. നിങ്ങൾ കണ്ടില്ല, 4 പുത്തൻ ടയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ, ഒരു റീപ്ലേസും ഇല്ല. നല്ല കുറ്റിയുറപ്പില് കറക്റ്റിൽ കൊണ്ടുവരുന്നത്. ഓട്ടത് 1.23 കറക്റ്റ് ഓട്ടം. ജെനുവിൻ ഓട്ടം. കേരള ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് 110 ആണ് വണ്ടി. അപ്പൊ പവർ കൂടിയ വണ്ടി ആവശ്യമുള്ളവർക്ക് പറ്റിയ മുതലാണ്. ഈ കാട്ടിലൊക്കെ പോകാൻ പറ്റില്ല. ദമ്മ വണ്ടിയല്ല, ദമ്മ കിട്ടുന്നവർക്ക് അറിയാലോ. 110 പറഞ്ഞ പവറുള്ള വണ്ടിയാണ്. കാലാണ് കൊടുത്താൽ വണ്ടി അങ്ങോട്ട് ചെല്ലും. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യ കൊടുക്കാം. എത്ര മോഡല്? 2012 വണ്ടി, 4 പുത്തൻ ടയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ, ഒരു റീപ്ലേസും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുമോ? ലോണ് 2.5 ലക്ഷം റുപ്യ ലോൺ കൊടുക്കല്ലേ? ഓക്കെ. നല്ല കിണ്ണം കാച്ചിയ 2 കളറിൽ വന്നിട്ടുള്ള ഇറ്റിയോസ് ക്ലീവ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ചെറിയ ബഡ്ജറ്റിൽ കിട്ടും ഈ വണ്ടി. എങ്ങനെയാണ് ലത്തീഫ് മോഡല്? ഇത് 2018. 1,10,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടം. ജെനുവിൻ ഓട്ടം. 4 പുത്തൻ ടയർ ഉണ്ട്. ഇത് VD ഓപ്ഷൻ ആണ്. എയർ ബാഗ്, ABS, അലൈവീല് എല്ലാം വരുന്നത്. ഫുൾ ഓപ്ഷൻ എന്ന് പറയാം. ഇതിന്റെ മേലെ ഒന്നും കൂടി VXD ഒന്ന് വരും. അതിന്റെ നേരെ താഴെ ഏറ്റവും എല്ലാ ഇതുള്ള വണ്ടി, എല്ലാ സെറ്റപ്പും ഉള്ള വണ്ടിയാണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഉണ്ട്, 4 പുത്തൻ ടയർ ഉണ്ട്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മൈലേജ് പറയണ്ടല്ലോ, നല്ല മൈലേജ് കിട്ടും. ഇത് നമുക്ക്
6 ലക്ഷം റുപ്യക്കാണ് നമുക്കൊരു ഓഫറിൽ 5,85,000 റുപ്യ കൊടുക്കാം. 5,85,000 അത് ഫൈനലാണ്, ഇനി കുറയല്ല. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു കിണ്ണം പോലത്തെ എസ്റ്റിലോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ലത്തീഫ് മോഡല്? ഇത് 2010 പുതിയ റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. ഓക്കെ. ഇനിയിപ്പോ ഇതുമ്പോ വണ്ടിമോ ഒരു രൂപയുടെ പണിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല. പുതിയ ഇൻഷൂർ ഉണ്ട്, അത്യാവശ്യം ഫുള്ള് കട്ടാറിനമാര് ടയറുകൾ ഉണ്ട്, പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. രണ്ട് വണ്ടി ഇവിടെ ഉണ്ട്. ഇത് LXi, ഇതേ സെയിം വണ്ടി VXi. ഇത് LXi ആണ്. ഇതില് റീപ്ലേസ് ഇല്ലല്ല, ഒന്നുമില്ല. വണ്ടി നല്ല ഫുൾ ഗ്യാരണ്ടി ആണ്. നല്ല സീറ്റ് കവർ ഉണ്ട്, പുതിയ ഇൻഷൂർ ഉണ്ട്, ഒന്നും നോക്കാല്ല. പുതിയ റിന്യൂവൽ 5 വർഷത്തിന് ഇനി ഒന്നും നോക്കണ്ട. നല്ല പൊട്ടി പീസ് അല്ല, നല്ല പീസ്. എത്ര കൊടുക്കേ? ഇത് നമുക്ക് 1,45 കൊടുക്കാം. 1,45 കൊടുക്കാം. 2019 വണ്ടി. പുതിയ പേപ്പർ, 5 വർഷത്തെ പേപ്പർ എടുത്ത വണ്ടി. ഒരു 10,38,000 റുപ്യ ഇറക്കിയിട്ട് എല്ലാം കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ റേറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കുറച്ച് കൊടുക്കാം. ഒരു 10,38,000 റുപ്യ ഇറക്കിയിട്ടാണ് ഇപ്പൊ എല്ലാ പേപ്പറും കഴിച്ചിട്ടുള്ളത്. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഒരു നോക്കി ചെക്ക് ചെയ്തോട്ടെ, ഒരു പ്രശ്നമല്ല. പുത്തൻ മോഡലിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഗനർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ലത്തീഫ? ഇത് 2019 ആണ്. 19. പെട്രോൾ ആൻഡ് CNG ഉണ്ട്. CNGക്ക് 30 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ? പെട്രോളിനാണെങ്കിൽ 19 കിലോമീറ്റർ കിട്ടും. വണ്ടി നല്ല ക്വാളിറ്റി. 1.2 അല്ല, 1.ലാണ് വരുന്നത്. 1000 cc-ലാണ്. പെട്രോളിന്റെ മൈലേജ് കിട്ടും. പെട്രോളിന് 19 EC 20 വരെ കിട്ടും. 19 ഒന്നും പറയാല്ല. പിന്നെ CNGക്കാണെങ്കിൽ 30 കിലോമീറ്റർ. CNG ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. എടുക്കണവർക്ക് പോലെ അടുത്ത് CNG ഉണ്ടെങ്കിൽ ഒന്നും നോക്കാലോ. കമ്പനിയിൽ വന്നതാ, എക്സ്ട്രാ കയറ്റിയതാ? അല്ല, അത് എക്സ്ട്രാ ഇറ്റാലിയുടെ 5 വർഷത്തെ വാറന്റിയോട് കൂടിയിട്ട് കയറ്റിയതാണ്. അതിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. മിസ്സിംഗോ കാര്യം ഉണ്ടെങ്കിൽ ഒരു വണ്ടി കട്ടി തിരിച്ചു കൊടുക്കാം. ഇത് ഓട്ടോക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ ഇപ്പൊ 70 സംതിങ്ങില് സർവീസ് കഴിഞ്ഞതാണ്. കറക്റ്റ് ഓട്ടാണ്. വേറെ റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. നല്ല വിശ്വസിച്ചെടുക്കാൻ നല്ല വിശ്വസിച്ച് പീസാണ്. നല്ല പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തി, നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. കാട്ടുള്ള ടയർ ഉണ്ട്. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4,20,000 റുപ്യക്ക് കൊടുക്കാം. 4,20,000 കൊടുക്കാം. മാത്രല്ല എന്തെങ്കിലും വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. നല്ല ഇതിപ്പോ എടുത്ത വില എന്ന് പറഞ്ഞാൽ അതിന്റെ ഒക്കെ മേലെയാണ്. ഞാൻ ഇപ്പൊ ഈ GST ഒക്കെ ഒന്ന് പാകായപ്പോ അതിനനുസരിച്ച് നമ്മള് കുറച്ച് കൊടുക്കാണ്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എടുക്കണവർക്ക് വിശ്വസിച്ചെടുക്കാം. ലോണും ഫുള്ള് കിട്ടും. 4 ലക്ഷം റുപ്യ വരെ കിട്ടും. 3.25 എന്തായാലും കിട്ടും. നല്ല ഇതുള്ളവർക്കാണെങ്കിൽ സ്കോറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു 4 ലക്ഷം വരെ കിട്ടും അല്ലെ? ഓക്കെ. ഒരു കിണ്ണം കാച്ചി ഒരു എക്സ്പ്രസ് കാണിച്ചു കൊടുക്കല്ലേ? ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2021 ഓട്ടോമാറ്റിക് ആണ്. 21 ഓട്ടോമാറ്റിക് ആണ്. 40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടി. വണ്ടി ഇതാ കണ്ടില്ല, നല്ല ക്വാളിറ്റി വൃത്തിയുള്ള വണ്ടി. ഒരു ഷോറൂം കണ്ടീഷനുള്ള ഒരു വണ്ടിയല്ല, നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഒരു പ്രശ്നമോ കംപ്ലൈന്റോ മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇത് ഏത് ഓപ്ഷൻ? ഇത് വരുന്നത് ഇത് VXi 2021 40 സംതിങ് ഓടിയ സിംഗിൾ ഓണർ വണ്ടി. വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. ചിമ്മീറ്റും കണ്ണ് തുറന്നിട്ടും ഒക്കെ എത്ര കൊടുക്കത്? ഇത് നമുക്ക് 3,85,000 റുപ്യ കൊടുക്കാം. 3,85,000 ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 21 ആണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ. ഇതിന്റെ കറുപ്പ് കളറിൽ വരുന്ന ഒരു റിഡ്സ് കാർ, അതും ഡീസൽ വണ്ടിയാണ്. എക്സ്ട്രാ ഒരുപാട് ഫിറ്റ് കയറിയ ഒരു വാഹനമാണ്. ആൻഡ്രോയിഡ് അലോയ്സ്, നല്ല സീറ്റ് കവറൊക്കെ കയറിയിട്ടുണ്ട്. എങ്ങനെയാണ് ലത്തീഫ് മോഡല്? 2012 ന്യൂ മോഡലാണ് വണ്ടി. ന്യൂ മോഡലിൽ വന്നിട്ടുള്ള വണ്ടി. 2012 ന്യൂ മോഡൽ വണ്ടി. പിന്നെ ബ്ലാക്ക് നിങ്ങൾക്ക് അറിയാലോ, ബ്ലാക്ക് വളരെ റെയർ ആയിട്ടുള്ള വണ്ടിയാണ്. അതെ. അത് കമ്പക്കാർക്ക് ചെക്കന്മാർക്കൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകും. ബ്ലാക്കിന് ഇഷ്ടപ്പെടുന്ന സ്ക്രീന്, അലൈവീല് 4 പുത്തൻ അപ്പോളോടെ ടയർ, നല്ല അടിപൊളി സീറ്റ് കവർ, തികഞ്ഞ വണ്ടി. എല്ലാം തികഞ്ഞ. ഒന്നും നോക്കാല്ല. എത്ര കൊടുക്കത്? ഇത് നമുക്ക് നല്ലൊരു ഓഫറിൽ കൊടുക്കാം. 2,40,000 റുപ്യ കൊടുക്കാം. 2,45,000 ഒരു 75,000 റുപ്യന്റെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. അതെ, 75,000 ഫിറ്റിംഗ് ഉണ്ട്. ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയ വണ്ടി നോക്കൂ. 2 ലക്ഷം. ഇവിടെ നല്ലൊരു കിണ്ണം പോലത്തെ നീലക്കുയിലാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. സ്വിഫ്റ്റ് കാറാണ്, ഡീസൽ വണ്ടിയാണ്. എങ്ങനെയാണ് ലത്തീഫ്?
പിന്നെ നിങ്ങളെ പറ്റി ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണ്? നിങ്ങള് വണ്ടിനെ നല്ല അടി അടിക്കുന്നുണ്ട് എന്ന് ചിലവര് പറയുന്നുണ്ട് കേട്ടോ. തമാശ പറഞ്ഞാണ്. കമന്റിലല്ലേ 2014 നമുക്ക് ഒരു ദമ്മ് കിട്ടാൻ വേണ്ടിട്ടാണ് അടിക്കുന്നത്. 2014 15 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 90 സംതിങ് ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓപ്ഷൻ വീഡിയായി ഡീസലില് 2015 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 90 സംതിങ് ഒന്നിന്റെ ഉള്ളിലേ ഓടിയിട്ടുള്ളൂ. വേറെ തട്ടുമുട്ടില്ല, ഒരു പ്രശ്നമല്ല. നല്ല നീറ്റ് വണ്ടി. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 375 കൊടുക്കാം. 375 കൊടുക്കാം. 14 മോഡൽ 15 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി 375 കൊടുക്കാം. അതും ഹൈ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി വണ്ടി. ഒന്ന് നോക്കാനില്ല. ഓക്കെ. എങ്ങനെയാണ് ലത്തീഫ്ക്ക മോഡൽ? കണ്ട ഒരു 2018 തോന്നുക. അതെ, കാണുമ്പോ ഒരു പുതിയ വണ്ടിന്റെ ലുക്ക്. അതെ, 2011 വണ്ടി. നല്ല ക്വാളിറ്റി, സിംഗിൾ ഓണർ വണ്ടി. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. ഒരു റീപ്ലേസോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓല് വന്നിട്ട് വരുന്ന വണ്ടിന്റെ ചെലവ് ഞാൻ കൊടുക്കും. അങ്ങോട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഓരോ ചെലവ് ഞാൻ കൊടുക്കും. അങ്ങോട്ട് കൊടുക്കും. അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. അതെ, ഇപ്പൊ ഏതൊരാൾക്കും ഇപ്പൊ വണ്ടി വേണമെങ്കിൽ കൊണ്ടു കൊടുക്കാം. അതുപോലെ വന്ന് വിളിച്ചു വണ്ടി കാണാതെ കൊണ്ട് കൊടുക്കാം. എത്രയോ കൊടുക്കണല്ലേ നമ്മള്. അതെ, കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തേക്കൊക്കെ നമ്മള് വണ്ടി കാണാതെ അറ്റൻസ് ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് പൈസ തരലുണ്ട്. അതെ അതെ. അപ്പൊ ഇത് എത്രയാണ് മാറ്? ഇത് നമുക്ക് 2,05,000 റുപ്യക്ക് വണ്ടി കൊടുക്കാം. 2,10 വില, 2,5 കൊടുക്കാം. ക്വാളിറ്റി വണ്ടിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ റേറ്റ് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതെ അതെ, ഈ നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ് ഈ റേറ്റ് അല്ല. അല്ലെങ്കിൽ റേറ്റ് വരും, പക്ഷെ ഇത് എടുക്കുന്നവർക്കൊന്നും ആലോചിക്കാനല്ല. അതെ അതെ. അപ്പൊ ടൈപ്പ് 1 ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ ആണ്. പക്ഷെ കാണാൻ നല്ല വൃത്തിയുണ്ടല്ലേ ഈ വണ്ടി? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ത് സംഭവം? ഈ ബ്ലാക്ക് ഒക്കെ ഇത് ഉപയോഗിച്ച ആളെന്നെ അങ്ങനെ ചെയ്തതാണ്. ഉണ്ടാവില്ല. അല്ല, ആർസിയിലുണ്ട്, ആർസിയിലുണ്ട്. റിനീവൽ കഴിഞ്ഞതാ. അതെ തന്നെ, 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. പുതിയ പേപ്പർ 5 വർഷത്തിന് ഇനി ഒന്നും നോക്കാം. ഓക്കെ. ഇത് വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ ഓട്ടോ 1 120 126 റേഞ്ചിലാവും. ഇഞ്ചിനും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. വേറെ മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ വണ്ടി ഇത്രയും കാലം ഉപയോഗിച്ച വണ്ടിയല്ലേ, എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഏതെങ്കിലും ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ടച്ചപ്പ് കാര്യങ്ങള് പെയിന്റ് ടച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിക്കും. ഡീസൽ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. 5 വർഷം പേപ്പറും ഉണ്ട്. ഓപ്ഷൻ വീഡിയായി. ഇത് നമുക്ക് 2 രൂപ കൊടുക്കാം. 2010 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്ത വണ്ടി 2 രൂപ കൊടുക്കാം. കറുപ്പ് കളറിൽ ഒരു വാഗണർ എങ്ങനെയാണ് മോഡല്? കറുപ്പ് കളർ പറഞ്ഞാലേ ഇത് എപ്പോഴും കിട്ടൂല. ബ്ലാക്ക് വളരെ കുറവാ വാഗണർ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇത് 2011 സെയിം വണ്ടിയാ. ആദ്യം പറഞ്ഞ അതേ സെയിം. ഇത് ബ്ലാക്ക് ആണ്. ഇത് നമുക്ക് അതിലേറെ കുറച്ച് കുറവിലാണ്. നല്ല ഒരു എന്താ പറയാ, നല്ല അട്രാക്ഷന് ബ്ലാക്ക് അല്ലേ ഇത്? ബ്ലാക്ക് നല്ല ഒറിജിനൽ ബ്ലാക്ക് ആണ്. നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് കമ്പനി ഇറങ്ങിയപ്പോ തന്നെ ബ്ലാക്കിൽ ഇറങ്ങിയ ഒറിജിനൽ പെയിന്റ് ആണ്. ഓക്കെ. മോഡൽ എത്ര പറഞ്ഞത്? 2011 VXI ഫുൾ ഓപ്ഷൻ. കണ്ടില്ല, നല്ല അടിപൊളി അത്യാവശ്യം. നല്ല സീറ്റ് കവർ ഉണ്ട്, AC കാര്യങ്ങൾ, പവർ സ്റ്റാരിംഗ് ഒക്കെ ഉള്ള വണ്ടി. റീപ്ലേസ് ഇല്ലല്ല, അങ്ങനത്തെ കാര്യമായിട്ടൊന്നുമില്ല. ഈ ഗ്രില്ല് അതേപോലെ ഇങ്ങനെ ചെറിയ ബമ്പർ ഇതൊക്കെ ചിലപ്പോ റീപ്ലേസ് കമ്പനി ഫ്രീ അന്ന് ചെയ്തപ്പോ ചെയ്തിട്ടുണ്ടാവും. മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും. ഇത് നമുക്ക് 1,90 കൊടുക്കാം. 1,90 കൊടുക്കാം. ഓക്കെ. വീണ്ടും ഒരു എസ്റ്റിലോ ആണ്. നമ്മൾ നേരത്തെ കാണിച്ച അതേ കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇതാണ് നിങ്ങളോട് പറഞ്ഞത് VXI ഒന്നുണ്ട്. ഇത് VXI സെയിം മോഡൽ 2010 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. ഓക്കെ. 4 നല്ല പുത്തൻ ഉയരം കൂടിയ ടയർ ഇട്ടിട്ടുണ്ട് തന്നെ. പിന്നെ VXI ആണ്. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. VXI ആയതുകൊണ്ട് ബാക്ക് വൈപ്പർ എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഒന്നും നോക്കാല്ല, വണ്ടി നല്ല കണ്ടീഷനല്ലേ. ബോഡി ക്വാളിറ്റി എല്ലാ ഭാഗം ഫിറ്റാ. ഇത് നമുക്ക് 1.5 രൂപ കൊടുക്കാം. 1.5 രൂപ കൊടുക്കാം. വണ്ടി നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് 5 വർഷത്തെ പേപ്പർ എടുക്കാൻ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു 30-35 രൂപ ചെലവുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ റേറ്റ് വരുന്നത്. ആൾട്ടോ കാറ്, അതും ചെറിയ പൈസ കിട്ടും കേട്ടോ. ഇത് മോഡൽ എത്ര? ഇത് 2012. ഇനിയിപ്പോ ആൾട്ടോ കിട്ടാല്ല, 12ഓട് കൂടി കഴിഞ്ഞല്ലോ. അപ്പൊ ലാസ്റ്റ് വണ്ടിയാ. 2012 ലാസ്റ്റ് ഇറങ്ങിയ ഉണ്ട്, പവർ സ്റ്റാരിംഗ് ഉണ്ട്, നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഇഞ്ചൻ കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. തുരുമ്പ് കാര്യങ്ങളൊന്നും വണ്ടിമല്ല. തുരുമ്പൊന്നുമില്ല, ഒന്നുമില്ല. വണ്ടി നല്ല നീറ്റ് നോക്കാനില്ല. ഇത് നമുക്ക് 1.25 രൂപ കൊടുക്കും. 1,25,000 വണ്ടി കൊടുക്കാം.
AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. 2012 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല ഖീദുമത്തിന്റെ ഇന്നോവ കാർ, അതും ടൈപ്പ് 4 വന്നിട്ടുള്ള വണ്ടിയാണ്. 2013 G4 ആണ്. ഓക്കെ, നല്ല അടിപൊളി സീറ്റ് കവർ, ബോഡി എല്ലാം തികഞ്ഞ വണ്ടി. നമ്പർ ആയതാണ് വണ്ടി. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നല്ല ക്വാളിറ്റി. ക്വാളിറ്റി ഇല്ലാത്ത ഇന്നോവ ഞാൻ എടുക്കാറില്ല. നല്ല ക്വാളിറ്റി ഉള്ള കാണുമ്പോ മാത്രം എടുക്കാറുള്ളൂ. ഇത് ഓട്ടോ ജെനുവിൻ ആണ്. ഇത് 2,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി ആവശ്യമുള്ളവർക്ക് എക്സ്ട്രാ അതിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അല്ല, ജെനുവിൻ അല്ലെങ്കിൽ ചിലപ്പോ അത് 1 ലക്ഷം അത്രയാക്കാം. നമ്മൾ അങ്ങനത്തെ കച്ചവടം ചെയ്യലില്ല. അതെ അതെ അതെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ടില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഉള്ളില് നല്ല ബെൻസിന്റെ ഒക്കെ സീറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ള ഒരു വാനാണ്. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,4 രൂപക്ക്. 2013 G4 നമ്പർ ആയ ക്വാളിറ്റി വണ്ടി. കാണാൻ നല്ല വൃത്തിയുള്ള ഒരു വാഹനം. എസ്റ്റിലോ ആണ്. കണ്ടാല് പഴയ വണ്ടി ആരും പറയില്ല കേട്ടോ. ഇത് മോഡൽ എത്ര വരുന്ന? ഇത് 2011 മോഡൽ, സിംഗിൾ ഓണർ വണ്ടി. കറക്റ്റ് ഓട്ടം കറക്റ്റ് ആണ്. റീപ്ലേസ് ഒന്നുമില്ല. 98,000 കിലോമീറ്റർ ആണ് കറക്റ്റ് ഓട്ടോ. മാത്രമല്ല ഒരു റീപ്ലേസും ഇല്ല. സിംഗിൾ ഓണർ വണ്ടി. ഒരു വീട്ടിക്ക് ചെറിയ ആവശ്യക്കാർക്ക് ഒന്നും പറയാനില്ല. ആൾട്ടോടെ പൈസ അല്ലേ വരുന്നുള്ളൂ. നല്ല 1000 cc AC ഇട്ടിട്ട് സുഖസുന്ദരമായിട്ട് യാത്ര ഒക്കെ വർക്കിംഗ് ആണ്. മെക്കാനിക് ഫുൾ ഫിറ്റ് ആണ്. ഒരു വന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കാം. നമ്മൾ കണ്ടതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി കാണാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആക്കി കൊടുക്കും. അല്ല, ഇത് കാണാൻ നല്ല വർക്കത്തുണ്ട്. കാണാനല്ലാതെ വണ്ടി തന്നെ ക്വാളിറ്റി, അതുകൊണ്ടാണ് കാണാൻ തോന്നുന്നത്. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 1,30,000 രൂപ ഇങ്ങനെ കൊടുക്കും. 1,30,000 ഇങ്ങനെ കൊടുക്കും. LXI ഒന്നും കുറയാനില്ല. അപ്പൊ വന്നാൽ കുറയും എന്ന പ്രതീക്ഷ വേണ്ട. 1,30,000 ഫൈനൽ. 1,50,000 രൂപയ്ക്ക് കൊടുക്കാത്ത വണ്ടിയാണ്. അപ്പൊ ഞാൻ മൊത്തം എല്ലാ വണ്ടിക്കും ഒന്ന് പാകാക്കിയ കൂട്ടത്തില് ഇതിന് അങ്ങനെ പാകാക്കിയതാണ് വില. 1,30,000 വണ്ടി കൊടുക്കാം. അതിന് തികച്ചും നല്ല 100% നല്ല പെർഫെക്റ്റ് വണ്ടി. ഏകദേശം 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി ചെറിയ ബഡ്ജറ്റിൽ കിട്ടും. അപ്പോൾ ഈ വണ്ടി ലാസ്റ്റ് ആണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയില് മൂപ്പര നമ്പർ ഉണ്ട്. ഒരേ നമ്പറാണ് മൂപ്പര ഉള്ളത്. അത് വാട്സപ്പ് ഉണ്ടല്ലോ. അതിൽ വാട്സപ്പ് ഉണ്ട്. കോളിൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. ഓക്കെ. അപ്പോ ഇത് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയാണ്? ലൊക്കേഷൻ ഇവിടുത്തെ കാളങ്കാവ് എന്നാണ് പറയാ. പാണ്ടിക്കാട് 2 കിലോമീറ്റർ. ഓക്കെ. നിലമ്പൂര്, വണ്ടൂര്, വൈക്കടവ്, ഊട്ടി റൂട്ടാണിത്. പെരിന്തൽമണ്ണെന്ന് വരികയാണെങ്കിൽ നേരെ പാണ്ടിക്കാട് അങ്ങാടി കഴിഞ്ഞാൽ 2 കിലോമീറ്റർ വണ്ടൂർ റൂട്ടിൽ. ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ഒന്ന് ലൊക്കേഷൻ ലൊക്കേഷൻ വിട്ടാതെ അതല്ല ഇപ്പൊ നമ്മള് ഇത് വീഡിയോ ചെയ്യണത്. അതെ, ലോൺ പറഞ്ഞാൽ മതിയല്ല, പിന്നെ വിട്ടുകൊടുക്കും. ഇത് ഏത് വണ്ടിയാണ്? ഇത് റിനോൾട്ടിന്റെ പൾസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2013 ഒറിജിനൽ കേരള വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട്, അലേവിയിലൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസൽ വണ്ടി ഒറിജിനൽ കേരള, സെക്കൻഡ് ഓണർ, നല്ല കണ്ടീഷനിലെ വണ്ടി. നിങ്ങൾ പറഞ്ഞ 20ഉം 22ഉം മൈലേജ് കിട്ടും. നല്ല കനുള്ള പവറുള്ള വണ്ടിയാണ്. ലാസ്റ്റ് നമുക്ക് 2 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. ഓഫറിലാണ്. 2 ലക്ഷം റുപ്യക്ക് വണ്ടി കൊടുക്കാം. 13 മോഡല്, സെക്കൻഡ് ഓണറിൽ ഒറിജിനൽ കേരള വണ്ടി. അടിപൊളി. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.